ഡ്രൈവറെ വണ്ടി എടുത്തോ. നമ്മുടെ വലയിൽ ഇപ്പോ ചപ്പും ചവറുവാ കൂടുതല്. മീനൊന്നും കിട്ടുന്നുമില്ല. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. ഒരുപാട് നേരമായല്ലോ, പക്ഷെ ഒരു മീൻ പോലും കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ പാൻ ചൂടായി കഴിഞ്ഞു. ഫിഷ് ബാർബിക്യൂ യമ്മി. ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയായിട്ടുണ്ടല്ലേ രുദ്ര? എത്രയും പെട്ടെന്ന് കുറച്ച് മീനുകൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഓ ചേട്ടാ, ഇതെന്താ മീൻ വലയിൽ കുടുങ്ങിന തോന്നുന്നത്? ഇത് വളരെ വലുതാന്ന് തോന്നുന്നത്. അത് നമ്മളെ പിടിച്ച് വലിക്കാണ്. നല്ലോണം വലിച്ചു പിടിക്കാം. വളരെ വലിയ മീനെന്ന് തോന്നുന്നത്. നല്ലോണം വലിക്കാം. ഇനിയും നന്നായിട്ട് വലിച്ചു പിടിക്കാം. ഒരു പക്ഷേ ഇത് വലിയ മീനായിരിക്കും. ഞാനൊന്ന് പോയി നോക്കട്ടെ. അതിങ്ങോട്ട് വന്നതും അതിനെ വെട്ടി ഞാൻ പീസ് പീസ് ആക്കും. നല്ലോണം വലിച്ചു പിടിക്കാൻ. താങ്ക് യു രുദ്ര. വെൽക്കം റെഗുല. പക്ഷെ ഇതെന്താ? അത് കയറ് കട്ടാക്കിട്ട് ഓടിപ്പോയല്ലോ. രുദ്ര, അതെന്താ സാധനം? എനിക്ക് തോന്നുന്നു വലിയൊരു മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നാ. അത് കണ്ടില്ലേ? അതൊരു ജയന്റ് ഓക്ടോപസ് ആണ്.
എടാ ഇത് വലിയ പ്രശ്നമായല്ലോ. രുദ്ര വേഗം ഇവിടുന്ന് ഓടിക്കോ. ഒന്ന് നോക്ക്, പ്രശ്നങ്ങൾ കാണുമ്പോ തിരിഞ്ഞു ഓടുന്നത് ഭീരുക്കളുടെ സ്വഭാവമാണ്. അതെന്താന്ന് നമുക്കൊന്ന് നോക്കണം. ഇത്രയും വലിയ ക്രീച്ചർ ഒരു ഒക്ടോപസ് ആവാൻ സാധ്യതയില്ല. അതാ ബോട്ടിനെ കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണല്ലോ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഒന്ന് നോക്ക്, ആരാ നീ? നീ എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാനാണ് സീലോ. ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചേ അടങ്ങൂ. മനുഷ്യരാരും ജീവനോടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനുഷ്യരോട് അത്രയും വലിയ വിരോധം വരാൻ കാരണം എന്താ? നമുക്ക് ഒന്ന് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാനോ? അതും നിന്നോടോ? ഞാൻ സമാധാനമായിട്ട് സംസാരിക്കാന്നാ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒരു കാര്യം പറയട്ടെ, ഈ രുദ്രയുടെ പ്രായത്തെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? നീ എന്റെ കൂടെ ഏറ്റുമുട്ടുവാണല്ലേ? ചെക്ക, നിനക്ക് ഈ സീ ലോഡിന്റെ പവർ എന്താന്ന് ശരിക്കും അറിയില്ല. ആ ചെക്കൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. രുദ്ര രുദ്ര ഇത് ജെല്ലി പോലെ ഭയങ്കര സ്റ്റിക്കിയാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണം. പശയിട്ട് ഒട്ടിച്ചതുപോലെ ആയല്ലോ. ബാർബിക്യൂ നഷ്ടപോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഐസ്ക്രീം സിന്ദാബാദ്. വീണ്ടും അതെന്താ സംഭവം? എനിക്കെന്താ ഈ വെള്ളം നേരത്തെ കണ്ടതുപോലെ തോന്നുന്നു. ഹലോ രുദ്ര. ഹലോ മെറിന, താങ്ക്സ് ഫോർ കമ്മിങ്. ഹായ്, ഹലോ ഒക്കെ കഴിഞ്ഞോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മെറിന, നീ വെള്ളത്തിൽ നിന്ന് നേരെ ഇവന്റെ മടിയിലേക്കാണല്ലോ എപ്പോഴും ചാടുന്നേ. മെറിന, we need your help. കുറച്ച് സമയം മുമ്പ് സീലോഡ് ഇവിടെ. എന്ത്? സീലോഡോ? സീലോഡ് ഇവിടെ വന്നിരുന്നോ? സോറി രുദ്ര, എനിക്ക് ഇപ്പോൾ തന്നെ പോണം. ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ഈ ബൈസ്കാ ഫിഷിംഗ് നെറ്റ് ക്രിയേറ്റർ. മെറീന, നീ അങ്ങനെ പോകരുത്. We need your help. സഹായം? സഹായമോ? രുദ്ര, എനിക്ക് മാത്രമല്ല ഏതൊരു സമുദ്ര ജീവിക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അയാളെ പേടിയാ, അതുകൊണ്ട് അയാളെ സീലോടെന്ന് ശരി, പറയുന്നത്. നീ ഒന്ന് പറയ്, അയാൾ എവിടെ താമസിക്കുന്നത്? I want to talk to him. അയാൾ ആ ബ്ലാക്ക് സീ മൗണ്ടന്റെ കേവിലാണുള്ളത്. ഞാനാണ് അയാളുടെ താവളം പറഞ്ഞെന്ന് പറയരുത്. അയാൾ എന്നെ കൊന്നു കളയും. ഞങ്ങൾക്ക് നീ പേടിയാ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ടേ മെറീന, നമുക്ക് എല്ലാ മെർമെയ്ഡ്സിനെയും രക്ഷിക്കാം. ശരി, വരൂ. ഇനി നമുക്ക് വെള്ളത്തിൽ സംസാരിക്കാനും പറ്റും, ശ്വസിക്കാനും പറ്റും. എല്ലാരും കാലിലെ കോടാലി വെച്ച് വെട്ടുന്നത്, പക്ഷെ നമ്മള് കാല് കൊണ്ട് കോടാലിയെ വെട്ടാനായിട്ട് കോടാലി തേടി നടക്കുക.